നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളിയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ്. പിരിവിന് പിന്തുണ നൽകിയവരിൽ ഉദ്യോഗസ്ഥരും. സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തന്നെ ക്രൂശിക്കാൻ ശ്രമമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിനു മുൻപ് വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ചെരുപ്പേർ ആസൂത്രിതമെന്ന TVK. ദുരന്തത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം TVK പാർട്ടിക്കും വിജയ്ക്കുമാണെന്ന് കാട്ടി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. ലഡാക്ക് സംഘർഷത്തിലെ വെടിവെപ്പിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണം നടത്തുക സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമുകൾ ബനിവാൾ. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സിർക്രീക്കിൽ പാക് സൈന്യം സൗകര്യം വർദ്ധിപ്പിക്കുകയാണെന്നും നുഴഞ്ഞു കയറിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ്. വയനാട് പുനർനിർമ്മാണത്തിന് കേന്ദ്രം അനുവദിച്ച തുക അപര്യാപ്തമെന്ന് മന്ത്രി K രാജൻ. അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ നഷ്ടമായി. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി. അഹമ്മദാബാദ് ടെസ്റ്റിൽ വിൻഡീസിനെതിരെ 162 റൺസിന് ഒതുക്കി ഇന്ത്യ. 4 വിക്കറ്റ് വീഴ്ത്തി മുഹമ്മദ് സിറാജ്. ബുംറയ്ക്ക് 3 വിക്കറ്റ്. ഇന്ത്യ 2-ന് 121 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമെന്നാണ് സംശയം. ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടക സ്വദേശികളായ സമ്പന്നരായ അയ്യപ്പ ഭക്തരിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു. 2019 ശബരിമല സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി. 1999, 2025 വരെയുള്ള ഇടപാടുകൾ പരിശോധിക്കണം. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടും. കോടതിയുടെ അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ തീരുമാനമെടുക്കുമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് 2019 ഞാൻ പറയുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, 99 മുതൽ നടക്കട്ടെ അന്വേഷണം. 2025 വരെയും നടക്കട്ടെ. സമഗ്രമായൊരു അന്വേഷണം നടക്കട്ടെ. അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പുറത്തു വരുത്തേ. ശബരിമലയിൽ നടന്നിരിക്കുന്നത് തട്ടിപ്പാണെന്നും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിനും ഇതിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 1ഉം 2ഉം പിണറായി സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരും അന്നത്തെ ദേവസ്വം പ്രസിഡന്റുമാരും ഇതിനൊക്കെ ഉത്തരവാദികളാണ്. കൊടുത്തയച്ചവർക്ക് കമ്മീഷൻ കിട്ടിക്കാണുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നടന്നിരിക്കുന്നത് കളവാണ്, തട്ടിപ്പാണ്. ശബരിമലയിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത് കൊടുത്ത സ്വർണം കട്ടെടുത്തിരിക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അറിവോടുകൂടി അവരേൽപ്പിച്ച ഇടനിലക്കാരൻ്റെ അറിവോടുകൂടിയാണ് പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയുടെ അറിവില്ലാതെ 40 വർഷം വാറണ്ടിയുള്ള ഈ സ്വർണം 20 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി. അത് തിരിച്ചു വന്നപ്പോൾ സ്വർണം ഉണ്ടായിരുന്നില്ല, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്രയും നാൾ. അത് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോൾ ഉള്ള സർക്കാരും, അതായത് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ്.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്നെ ക്രൂശിക്കാൻ ശ്രമമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം. മാധ്യമങ്ങൾ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും മറ്റൊന്നും പ്രതികരിക്കാനില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം എനിക്ക് നിങ്ങളോട് പറയാം. ശനിയാഴ്ച ഹാജരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ശനിയാഴ്ച അല്ല, അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മീഡിയ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. നിങ്ങളത് എന്താണെന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ. അതുകൊണ്ട് ഒരു പ്രൈവസി, ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താൻ, അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം. പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് വിളിച്ചോടാൻ കഴിയുമോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ വന്ന് നിന്ന് ശരിക്ക് എൻ്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ്സ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ലഡാക്ക് സംഘർഷത്തിൽ മജിസ്ട്രേറിയൽ അന്വേഷണം പ്രഖ്യാപിച്ച ലഡാക്ക് ഭരണകൂടം. വെടിവെപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുഗൾ ബനിവാളാണ് അന്വേഷണം നടത്തുക. 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 24-നാണ് ലഡാക്കിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിന് പിന്നാലെ ഉണ്ടായ വെടിവെപ്പിൽ 4 പേരാണ് മരിച്ചത്. ഇതിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. നുബ്ര സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുഗൾ ബനിവാളാണ് അന്വേഷണം നടത്തുക. ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും തെളിവുകളും മജിസ്ട്രേറ്റിന് നൽകാമെന്ന് ലഡാക്ക് ഭരണകൂടം അറിയിച്ചു. ശനിയാഴ്ച മുതൽ 18-ാം തീയതി വരെയാണ് വിവരങ്ങളും തെളിവുകളും നൽകാനുള്ള സമയപരിധി. രാവിലെ 10 മുതൽ 5 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തിയാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. 4 ആഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംഘർഷത്തിൽ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് സമരം നടത്തുന്ന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം സോനം വാങ്ചുക്കിനെ മോചിക്കാതെ ചർച്ചയില്ലെന്നാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ചയാണ് കേന്ദ്ര സർക്കാർ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. ഇളവും മജിസ്റ്റീരിയൽ അന്വേഷണവും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘടനകൾ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരാഴ്ച കൂടി സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രമേ ലഡാക്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റുന്നതിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ ഇന്നലെ വിലയിരുത്തിയിരുന്നു. തിടുക്കപ്പെട്ട കൂടുതൽ ഇളവ് നൽകേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ രാജ്നാഥ് സിംഗ് സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഗുജറാത്തിലെ ഭുജിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आतंकवाद के खिलाफ, मगर आतंकवाद के खिलाफ हमारी लड़ाई जारी है। साथियों, आज़ादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है। भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है। जिस तरह से हाल में पाकिस्तान की फौज ने सरक्रीक के सटे इलाकों में अपना मिलिट्री इंफ्रास्ट्रक्चर बढ़ाया है, वह उसकी नीयत बताता है। साथियों, भारत की सीमाओं की रक्षा भारतीय सेनाएं और बॉर्डर सिक्योरिटी फोर्स मिलकर मुस्तैदी से कर रही हैं। अगर सरक्रीक इलाके में पाकिस्तान की ओर से കരൂർ ആൾക്കൂട്ട ദുരന്തത്തിനു മുൻപ് TVK സ്ഥാപക നേതാവും നടനുമായ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഒരു യുവാവ് ചെരുപ്പെറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. വിജയ്ക്ക് പിന്നിൽ നിന്നുമാണ് ഇയാൾ ചെരുപ്പെറിയുന്നത്. ആസൂത്രിതമായി
ചെരുപ്പേറുണ്ടായി എന്നാണ് TVKയുടെ പരാതി. അതിനിടെ ദുരന്തത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം TVK എന്ന പാർട്ടിക്കും വിജയ്ക്കുമാണെന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVKയിൽ ഭിന്നത തുടരുകയാണ്. CBI അന്വേഷിക്കണമെന്ന് ജനറൽ സെക്രട്ടറി ആദവ് അർജുന ആവശ്യപ്പെടുമ്പോൾ വേണ്ടെന്ന നിലപാടിലാണ് മറ്റൊരു നേതാവായ N ആനന്ദ്. BJP TVK വരുതിയിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ആനന്ദിന്റെ പക്ഷം. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ചത് 1.25 ലക്ഷത്തോളം കുരുന്നുകൾ. പുലർച്ചെ 3:30 മണിക്കായിരുന്നു കൊല്ലൂരിൽ വിദ്യാരംഭം ആരംഭിച്ചത്. ഗണപതി മന്ത്രോച്ചാരണത്തോടെ പുലർച്ചെ 3:30 മണിക്ക് തുടങ്ങിയ വിദ്യാരംഭത്തിൽ ആയിരങ്ങളായ കുരുന്നുകൾ കൊല്ലൂരിലെ മൂകാംബിക സന്നിധിയിൽ ആദ്യാക്ഷരം കുറിച്ചു. സരസ്വതി മണ്ഡപത്തിന് സമീപം യാഗശാലയിലും പുറത്തുമായി വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലായിരുന്നു വാഗ്ദേവതാ സന്നിധിയിലെ ചടങ്ങുകൾ. രാവിലെ മുതൽ ദർശനത്തിനായും വൻ ഭക്തജന തിരക്കായിരുന്നു. വിജയദശമി ദിനമായ ഇന്ന് ദേവിക്ക് നിറപുത്തരി ഉത്സവ ദിനം കൂടിയാണ്. രാത്രിയിൽ സൗവർണികാതീരത്തെ ഓലക മണ്ഡപത്തിലേക്കുള്ള മൂകാംബികമ്മയുടെ എഴുന്നള്ളത്തോടെ കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ദർശനത്തിനായുള്ള ക്യൂ ഇപ്പോഴും കൊല്ലൂരിൽ തുടരുകയാണ്. വലിയ തിരക്കാണ് വിദ്യാരംഭ ദിനത്തിലും ദേവി ദർശനത്തിനായി ഉള്ളത്. സൽബുദ്ധിയും നല്ല ചിന്തകളും ഉണരട്ടെ എന്ന പ്രാർത്ഥനയോടെ കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൊല്ലൂരിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് ആയിരക്കണക്കിന് കുരുന്നുകളാണ്. പുലർച്ചെ 4 മണിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. വൈകിട്ട് 4 മണി വരെയായിരുന്നു വിദ്യാരംഭത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ സരസ്വതി നടയ്ക്ക് എതിർവശത്തായി തയ്യാറാക്കിയ പ്രത്യേക വിദ്യാമണ്ഡപത്തിൽ 56 ഗുരുക്കന്മാരാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തിയത്. സരസ്വതി സന്നിധിയിലെ ഗ്രന്ഥമണ്ഡപത്തിൽ താളിയോല ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും പൂജയെടുത്ത് ആചാര്യന്മാർ തളികയിലെ ഉണക്കലരിയിൽ ഹരിശ്രീ എഴുതിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. വിദ്യാമണ്ഡപത്തിന് എതിർവശത്ത് നീരുറവയ്ക്ക് സമീപമാണ് സരസ്വതി ദേവി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലോ സോപാനമോ ഇല്ല. പ്രകൃതി ഒരുക്കിയ വള്ളിപ്പടർപ്പിനകത്ത് സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ വിഗ്രഹത്തിനെതിരെ സ്ഥാപിച്ച പ്രതിവിഗ്രഹത്തിലാണ് പൂജകളും മറ്റ് കർമ്മങ്ങളും നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം തന്നെയാണ് പനച്ചിക്കാട് കുടികൊള്ളുന്നതിനാൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ധാരാളം പേർ എഴുത്തിനിരുത്താനെത്തുന്നു. ഞാൻ നേരത്തെ ഇവിടെ വരുന്നതാണ്. കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് എഴുതിക്കണം എന്ന് പറഞ്ഞ് രാവിലെ വന്നേ. സന്തോഷം, എല്ലാം നല്ല മംഗളമായിരുന്നു. പനച്ചിക്കാട് ക്ഷേത്രത്തിൽ കലാമണ്ഡപത്തിൽ നൃത്തം, സംഗീതം, വയലിൻ, മൃദംഗം എന്നിവയുടെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് പ്രത്യേക പൂജകളോടെയാണ് പനച്ചിക്കാട്ടെ വിജയദശമി ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, അക്ഷരമുറ്റത്തേക്ക് ഒരു പിച്ചവെപ്പ്, അതും അത്യന്തം ചൈതന്യമായ പനച്ചിക്കാട്ടമ്മയുടെ തിരുമുറ്റത്ത് നിന്നും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം. വിദ്യാരംഭ ദിനത്തിൽ ഹരിശ്രീ കുറിക്കാൻ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും എത്തിയത്. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും അനുസരിച്ചും വാശി പിടിച്ച് കരഞ്ഞും കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു. കുട്ടികൾക്കായി സ്ലേറ്റ്, അക്ഷരമാല, പുസ്തകം തുടങ്ങിയവ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വിതരണം ചെയ്തു. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ രാവിലെ പന്തീരടി പൂജയ്ക്കും സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജയ്ക്കും ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഴം, പഞ്ചാമൃതം, സ്ലേറ്റ്, അക്ഷരമാല, പുസ്തകങ്ങൾ എന്നിവ വിതരണം ചെയ്തു. 15ഓളം ഗുരുക്കന്മാരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയത്. 2000ഓളം കുഞ്ഞുങ്ങൾ ഇവിടെ വിദ്യാരംഭം കുറിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ക്ഷേത്രമായ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പുലർച്ചെ 5-ന് മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ പൂജയെടുപ്പ് നടന്നു. ശേഷം ശ്രീകോവിലിൽ നിന്ന് സരസ്വതി ചൈതന്യം നാലമ്പലത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വിദ്യാരംഭത്തിന് തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വിദ്യാരംഭ മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്തിയത്. ക്ഷേത്രത്തിൽ ദർശനത്തിനും വിദ്യാരംഭത്തിനും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.
ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ തുഞ്ചൻ പറമ്പിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. 2 ഭാഗങ്ങളിലായാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുമാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. ആലംകോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു തുടങ്ങിയവർ സരസ്വതി മണ്ഡപത്തിൽ ആദ്യാക്ഷരം പകരാൻ എത്തി. സമ്പൂർണ്ണ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമിയെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ആഘോഷം എന്നതിൽ ഉപരി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും സാധനയുടെയും കാലമാണ്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ദിനത്തിന്റെ സവിശേഷതയെന്നും അമ്മ പറഞ്ഞു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകും. അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും അമ്മ പറഞ്ഞു. സമ്പൂർണമായ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമി. മഹിഷാസുരൻ മുതലായ ആസുര ശക്തികളോട് പോരാടിയാണ് ദേവി വിജയം വരിച്ചത്. അധർമ്മത്തിന്റെ മേലുള്ള ധർമ്മത്തിന്റെയും അജ്ഞാനത്തിന്റെ മേലുള്ള ജ്ഞാനത്തിന്റെയും വിജയമാണത്. ഈ യുദ്ധം ബാഹ്യമെന്നതിലുപരി ആന്തരികമാണ്. നമ്മുടെ ഉള്ളിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണത്. അതുകൊണ്ട് തന്നെ ആഘോഷമെന്നതിലുപരി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും സാധനയുടെയും കാലമാണത്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച് ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് വിജയദശമി. ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പുറമേ നിന്ന് കൊണ്ടുവരിക എന്നല്ല. സദാ ഉള്ളിലുണ്ടെങ്കിലും മനസ്സിലെ മാലിന്യം കാരണം നമ്മൾ അറിയാതെ പോകുന്ന ഈശ്വര സാന്നിധ്യത്തെ ഉള്ളിൽ ഉണർത്തുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അമ്മയായ ശക്തിസ്വരൂപിണിയായ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ അതെളുപ്പം സാധിക്കും. ജാമ്പവാൻ ഹനുമാനെ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോഴും ഭഗവാൻ അർജുനെ ഗീത പറഞ്ഞു കൊടുത്തപ്പോഴും വാക്കുകളുടെ ശക്തി ശരിയായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. നാം മന്ദര കൈകേയിയെ ഉപദേശിച്ചപ്പോഴും ശകുനി ദുര്യോധനെ വഴിതെറ്റിച്ചപ്പോഴും വാക്കുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണമാകാം. വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. അതിനാൽ വാക്കുകൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കണം. സർവ്വചരാചരങ്ങളിലേക്കും വഴിഞ്ഞൊഴുകുന്ന പ്രമുഖവും കാരണമാണ് ദേവിയുടെ മുഖമുദ്ര. ജീവന്മാരെ സംസാരത്തിന് കറയേറ്റുക എന്നതുപോലെ തന്നെ ജീവന്മാർക്ക് ലോകജീവിതത്തിനും ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നതിലും ഒരുപോലെ ശക്തിയുള്ളവളാണ്. ഓരോ ജീവജാലങ്ങളോടും സഹായിക്കുന്നവരുടെ നന്ദി പുലർത്തുക. അവിടെ നന്ദിയുള്ളവരായി തലകുനിക്കാനും അക്രമയ്ക്ക് പാത്രമാകാനും ശ്രമിച്ചേ പറ്റുള്ളൂ പെൺമക്കൾ. അങ്ങനെ മക്കള് നല്ല മനസ്സ് കിട്ടി കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ പനങ്കാവ് മാതാമൃതാനന്ദമയി മഠത്തിൽ വിജയദശമി വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. സരസ്വതി പൂജയ്ക്ക് ബ്രഹ്മചാരിണി മിനി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ അർച്ചന, ഭജന, ഗ്രന്ഥമെടുപ്പ് എന്നിവയും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. വിജയദശമി ആഘോഷ നിറവിൽ ഉത്തരേന്ത്യ. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്ര മേൽശാന്തി അരീക്കര വാസുദേവൻ നമ്പൂതിരി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. 100-ലധികം കുരുന്നുകൾ ക്ഷേത്രാങ്കണത്തിൽ വിദ്യാരംഭം കുറിച്ചു. വിദ്യാരംഭത്തോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകളും പൂജകളും ഉണ്ടായിരുന്നു. എന്താ എഴുതിയേ? ഹരി. സ്കൂളിൽ പോണ്ടേ? പോണോ? ഇവിടെയാണോ പോകുന്നേ? ഡൽഹിയിലാ പോകുന്നേ? അത് നമ്മുടെ നാട്ടിൽ പോവോ? സ്കൂളില് എവിടെ? ഇവിടെയാ പോവാ? ഇവിടുത്തെ സ്കൂളാ ഇഷ്ടം? നാട്ടിലാണോ? നാട്ടിലെവിടെയാ? വീട് എവിടെയാ? നാട്ടിലെവിടെയാ സ്ഥലം? കണ്ണൂര്. ശിശുക്ഷേമ സമിതിയിലെ കൊച്ചു കൂട്ടുകാർക്ക് വിജയദശമി ദിനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആദ്യാക്ഷരം കുറിച്ചു. തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിലായിരുന്നു വിദ്യാരംഭം കുറിച്ചത്. അമ്മ സ്നേഹം. ശിശുക്ഷേമ സമിതിയിൽ ഉറ്റവർ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് മന്ത്രി വി ശിവൻകുട്ടി ആദ്യാക്ഷരം എഴുതിച്ചത് ഇങ്ങനെയാണ്.
ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ മടിയിലിരുന്നാണ് കുട്ടികൾ ആദ്യ അക്ഷരം എഴുതിയത്. അമ്മയുടെ സ്നേഹം അറിയാത്ത കുഞ്ഞുങ്ങൾ മന്ത്രി അപ്പൂപ്പന്റെ കൈപിടിച്ച് സ്നേഹത്തിന്റെ ആദ്യ വാക്കെഴുതി, അമ്മ. ശിശുക്ഷേമ സമിതിയിൽ നിന്നും ഇത്തവണ അക്ഷരലോകത്തേക്ക് പിച്ചുവെച്ചത് 9 പേരാണ്. മന്ത്രി അപ്പൂപ്പൻ നൽകിയ മധുരം പങ്കിട്ടാണ് കുട്ടികൾ മടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അറപ്പുര ശ്രീ ഈശ്വരിയമ്മൻ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ബാലസരസ്വതി പൂജ നടത്തി. നിരവധി കുട്ടികളാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുത്തത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പാദപൂജ ചെയ്തു. 11 ദിവസം കാപ്പുകെട്ടി വ്രതമെടുത്താണ് പൂജയ്ക്കായി കുട്ടികൾ ഒരുങ്ങിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പരിപാടിയുടെ ഭാഗമായി. 24 വർഷമായി സുരേഷ് ഗോപി വിജയദശമി ദിനത്തിൽ മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്താറുണ്ട്. RSS ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാഗ്പൂരിൽ തുടക്കമായി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഭാരതത്തിൽ സജീവമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതെന്നും അദ്ദേഹത്തെ ആദരിക്കുന്നുവെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. സ്വയം സേവകരുടെ പഥസഞ്ചലനമടക്കം വിപുലമായ പരിപാടികളാണ് നാഗ്പൂരിൽ നടന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടെന്നും ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇവയെ അനാദരിക്കരുത് എന്നും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. ये हमारे ही देश है, वे हमसे दूर नहीं है. कुछ वर्ष पूर्व भारतीय थे, हमारे अपने हैं. उनमें इस प्रकार की अस्थिरता उत्पन्न होना ये हमारे लिए, हम केवल उनके पड़ोसी हैं इसलिए नहीं, वो सब हमारे अपने देश है, इसलिए चिंता का विषय है. हितरक्षण से भी ज्यादा ये जो हमारा आत्मीयता का संबंध है, अपनेपन का संबंध है, उसके चलते ये चिंता होती है. പൗരാണിക സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകത്തിലെ പഴക്കമേറിയ വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സംഘത്തിന്റെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. നാഗ്പൂരിൽ നടന്ന RSS പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. एक पवित्र और विशाल वटवृक्ष की तरह अपनी जड़ों तथा शाखा प्रशाखाओं के माध्यम से भारत के लोगों को एकता, गौरव और प्रगति की संजीवनी तथा छाया प्रदान कर रहा है. RSSന്റെ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന അഖണ്ഡ ഭാരത് എന്ന ഘോഷ് പ്രദർശനവും ശ്രദ്ധേയമായി. സംഘപ്രദർശനത്തിലെയും പഥസഞ്ചലനത്തിലെയും താളവും ഈണവും ക്രമവും പാലിക്കാനുള്ള വാദ്യ സംവിധാനമാണ് ഘോഷ്. ഭാരതീയോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വാദ്യമേളമാണിത്. ദൃശ്യഭംഗി മാത്രമല്ല, ഈണവും അതിനായി ഉപയോഗിക്കുന്ന ഉപകരണവുമെല്ലാം പ്രത്യേകതയുള്ളതാണ്. വാദ്യക്കാരെ വിന്യസിച്ചതും വാദനവുമെല്ലാം ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. രാഷ്ട്രപിതാവിന്റെ സ്മരണകൾ ഉണർത്തി പത്തനംതിട്ട വടക്കടത്തുകാവിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സ്കൂൾ പരിസരത്തെ ആൽമരവും. ഹരിജനങ്ങളുടെ ഉന്നമനത്തിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയുള്ള കേരള സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ ആൽമര ചുവട്ടിലിരുന്ന് ജനങ്ങളുമായി സംവദിച്ചു. പൂർവികർക്ക് ലഭിച്ച ആ സന്ദർഭത്തെ ഓർത്ത് ഇന്നും അഭിമാനം കൊള്ളുകയാണ് ഇവിടുത്തുകാർ. 1934 ജനുവരി 19 ഹരിജനോദ്ധാരണ ഫണ്ട് ഏറ്റുവാങ്ങാനും SNDP മന്ദിരമായ TK മാധവസുധത്തിന് ശിലാസ്ഥാപനം നടത്താനുമാണ് രാഷ്ട്രപിതാവ് അടൂരിലെത്തിയത്. അടൂരിൽ നിന്നും വില്ലുവണ്ടിയിൽ വടക്കടത്തുകാവിലേക്ക്. വഴിയിലുടനീളം ജനം ആവേശത്തോടെ സ്വീകരിച്ചു. വടക്കടത്തുകാവിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ആൽമര ചുവട്ടിൽ ജനങ്ങളുമായി സംവദിച്ചു. അദ്ദേഹം കേരളം സന്ദർശിച്ച കൂട്ടത്തിൽ അടൂരിലെ പല സ്ഥലങ്ങളിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് അടൂരിൽ നിന്നും വില്ലുവണ്ടിയിൽ ഇവിടെ കടന്നു വരുന്നതായും പിന്നീട് ഇവിടെ ഇരുന്ന് ഹരിജന ഉദ്ധാരണ ഫണ്ട് ശേഖരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചത് വളരെയധികം ഭാഗ്യമുള്ളവരായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം മഹാത്മജിയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ ജനിക്കാൻ സാധിച്ചത്, പിന്നീട് അദ്ദേഹം ഇവിടെ വന്നിരുന്ന ഈ സ്കൂളിൽ പഠിക്കുവാൻ സാധിച്ചതൊക്കെ വലിയ ഒരു നേട്ടമായി, ഒരു ഭാഗ്യമായി കരുതുന്നവരാണ് ഞങ്ങൾ. 2012 ജില്ലാ പഞ്ചായത്ത് സ്കൂൾ പരിസരത്തെ ആൽമര ചുവട്ടിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. എന്നാൽ 2 വർഷം മുൻപ് ആൽമരത്തിലെ ശിഖരം മുറിച്ചു മാറ്റിയപ്പോൾ പ്രതിമയ്ക്ക് കേടുപാട് സംഭവിച്ചു.
പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വയനാട് ദുരന്തത്തിൽ 260.56 കോടി രൂപ അനുവദിച്ചത് കേരളത്തിനുള്ള ഔദാര്യമല്ലെന്ന് മന്ത്രി കെ രാജൻ. കടുത്ത അവഗണനയ്ക്കുള്ള ഉദാഹരണമാണിത്. ദുരന്തം നടന്ന 5 മാസം കഴിഞ്ഞാണ് L3 വിഭാഗത്തിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇത് കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ ഇല്ലാതാക്കി. 2321.3 കോടി രൂപയുടെ റിപ്പോർട്ട് കേരളം കൊടുത്തുവെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 260.56 കോടി രൂപ അംഗീകരിച്ചു എന്നുള്ളതാണ്. കേരളത്തിന് കിട്ടിയിട്ടില്ല, ഇനിയും ചില കടമ്പകൾ കടക്കാനുണ്ട്. യഥാർത്ഥത്തിൽ 260 കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് കാണിച്ച് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഔദാര്യം ചെയ്തതായിട്ടുള്ള വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ്. നമ്മൾ കാണേണ്ടത് ജൂലൈ 30 ഈ ദുരന്തം ഉണ്ടായി. ആഗസ്റ്റ് 10 തന്നെ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവിടെ പരിശോധന നടത്തിയതാണ്. ദുരന്തം നടന്ന് 5 മാസക്കാലം വരെ L3 വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ദുരന്തം എന്ന് അറിയിക്കാതെ എടുത്തു വെച്ചത് കേരളത്തിന് ലഭ്യമായിട്ടുള്ള സഹായങ്ങൾ നിഷേധിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആഗസ്റ്റ് 11 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് ഈ ദുരന്തത്തിനും ദുഃഖത്തിനും ഇടയിലും ആവേശത്തോടെയാണ് കേരളം കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം സ്ഥലങ്ങൾ കണ്ടു, ദുരന്ത മേഖലയിൽ പോയി. കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ വെച്ച് ഞങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചത് നിങ്ങൾ അടിയന്തിരമായി ഒരു മെമ്മോറാണ്ടം കൊടുക്കണം. മുണ്ടക്കൈ പുനരധിവാസത്തിൽ കേന്ദ്രം കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചുവെന്ന് ടി സിദ്ദിഖ് MLA. നിയമസഭ ഒറ്റക്കെട്ടായാണ് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ പ്രമേയം പാസാക്കി കേന്ദ്രത്തോട് ധനസഹായം അഭ്യർത്ഥിച്ചത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ എതിർപ്പില്ല. എന്നാൽ വയനാടിന് കിട്ടേണ്ടത് കിട്ടിയില്ലെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും ടി സിദ്ദിഖ് MLA കൽപ്പറ്റയിൽ പറഞ്ഞു. കേരളം ആവശ്യപ്പെട്ട വയനാട് ദുരന്ത നിവാരണത്തിനും ദുരന്തബാധിത മേഖലകളിലെ ജനങ്ങളിലെ പുനഃക്രമീകരണത്തിനും വേണ്ടി കേരളം ആവശ്യപ്പെട്ട തുക 2221 കോടി രൂപയാണ്. ആ 2221 കോടി രൂപയിൽ 260.56 കോടി രൂപയാണ് NDMA അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി മന്ത്രി അടക്കം പങ്കെടുത്തതായ അമിത്ഷാ അടക്കം പങ്കെടുത്ത മീറ്റിങ്ങിൽ അനുവദിച്ചിരിക്കുന്ന തുക. ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ജനങ്ങളോട് മാത്രമല്ല, ദുരന്തബാധിതരായ ജനങ്ങളോടും സംസ്ഥാനത്തോടും കേന്ദ്രം കാണിച്ചിരിക്കുന്ന കൊടിയ രാഷ്ട്രീയ വിവേചനമാണ്. ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഈ ദുരന്തത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരെ വലിയ പ്രതീക്ഷയായിരുന്നു ദുരന്തബാധിത സമൂഹത്തിനും കേരളത്തിനും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അദ്ദേഹം ദുരന്ത സ്ഥലം സന്ദർശിച്ചു, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം പോയി, ആശുപത്രിയിൽ വിംസ് ആശുപത്രിയിൽ ദുരന്തബാധിതരെ അദ്ദേഹം നേരിട്ട് കണ്ടു, പരിക്ക് നേരിട്ട് കണ്ടു, കുട്ടികളെ അദ്ദേഹം താലോലിച്ചു. അതിനുശേഷം അദ്ദേഹം കലക്ട്രേറ്റിൽ ഒരു യോഗം വിളിച്ചപ്പോൾ ഞാനടക്കം ആ യോഗത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, രാജ്യത്തെ ദേശീയ ഭരണകൂടം, പ്രധാനമന്ത്രിയൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അദ്ദേഹം വാക്ക് തന്നതാണ്. 2221 കോടി രൂപ ചോദിക്കുമ്പോൾ 260 കോടി രൂപ അനുവദിക്കാനാണോ കൂടെ നിൽക്കും എന്നുള്ള പ്രഖ്യാപനം? മറ്റുള്ളപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തത് 1400 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ്. 1200 കോടിയോളം രൂപയുടെ പാക്കേജാണ് ഇത്തവണ ആസാമിന് കൊടുത്തത്. ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനാണ് അണക്കര വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ ജിസ്മോൻ എത്തിയത്. എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു. ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വേണ്ടി പോയതായിരുന്നു.
ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങിനായിട്ട്. അപ്പോൾ അവിടെ ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു, ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു, അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചതൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ്. ആദ്യമേ ഒന്ന് അടിച്ചു, അപ്പോഴത്തേന് ഞാൻ താഴെ വീണു. പിന്നെ അവരുടെ ഭായിമാരെ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ മേളിൽ കൊണ്ട് കെട്ടിയിട്ടു. പിന്നെ അവിടെ താഴെ കൂടെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരെ മർദ്ദിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞ് അയച്ചു വിട്ടെ. പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത്. ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യപ്രതികളായ പാൽപാണ്ടി, പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. ലോട്ടറി കടക്കാരനായ തൃശൂർ കാട്ടൂർ പൊഞ്ഞനം സ്വദേശി യുവാവിന് നഷ്ടപ്പെട്ടത് 15,000 രൂപ. തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ 27-ന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ 21-ന് നറുക്കെടുത്ത കേരള സർക്കാരിൻ്റെ സ്മൃതിയുടെ 3 ടിക്കറ്റ് നൽകുകയായിരുന്നു. QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റുകൾക്ക് 4ാം സമ്മാനമായ 5,000 രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു. കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകി. എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ഈ ലോട്ടറി 23-ന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി. അടിച്ച ടിക്കറ്റ് 23-ാം തീയതി ഓൾറെഡി ട്രഷറിയിൽ മാറിയിട്ടുണ്ട്. അത് അപ്പോൾ അതിന് ശേഷം അടിച്ച ആൾ തന്നെ ആവാനും ചാൻസ് ഉണ്ട്. പിന്നീട് അതിൻ്റെ എല്ലാ സീരിയലും അടിച്ചിറക്കി അത് എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുക. കംപ്ലൈൻറ്റ് പോകാത്തതുകൊണ്ട് മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ ഈ ചെറുകിട കടക്കാരൊക്കെ ബാധിക്കുക. സംഭവത്തിൽ തേജസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. അമൃത ന്യൂസ്, തൃശൂർ. 6 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില ഓണം കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിച്ചില്ല. ഇതുമൂലം അപ്പർ കുട്ടനാട്ടിലെ നെൽ കർഷകരിൽ വലിയൊരു പങ്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പണം ഇല്ലാത്തതിനാൽ അടുത്ത സീസണിലെ കൃഷിക്കായുള്ള പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടില്ല. സമരങ്ങളും ഫലം കാണാതിരുന്നതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകരും കർഷക സംഘടനകളും. സപ്ലൈകോ കർഷകരിൽ നിന്ന് 6 മാസം മുമ്പ് സംഭരിച്ച നെല്ലിന് ഇനിയും കൊടുത്തു തീർക്കാനുള്ളത് 230 കോടിയോളം രൂപയാണ്. ഓണത്തിന് മുൻപ് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ഓണക്കാലത്തും അപ്പർ കുട്ടനാട്ടിലെ കർഷകരിൽ വലിയൊരു പങ്കും പട്ടിണിയിലായിരുന്നു. കേന്ദ്രവിഹിതം ലഭിച്ചില്ലെന്നാണ് മന്ത്രിമാർ പറയുന്ന ന്യായം. ഓരോ സീസണിലും ഉൽപ്പാദിപ്പിക്കാനിടയുള്ള നെല്ലിൻ്റെ ഏകദേശ അളവ് കണക്കാക്കി ബജറ്റിൽ തന്നെ സംഭരണത്തുക വകയിരുത്തണമെന്നാണ് കർഷക സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യം. ഏതാണ്ട് ശരാശരി ഒരു ഏക്കറിൽ നിന്ന് എത്ര നെല്ല് കിട്ടുമെന്ന് നമുക്കൊരു ശരാശരി ധാരണയുണ്ട്. മുൻ വർഷങ്ങളിലെ കണക്ക് വെച്ച് നമുക്കത് വിലയിരുത്താം. അപ്പോൾ ഇതിന് ഏതാണ്ട് ഇത്ര പൈസ നമുക്ക് വേണ്ടി വരുമെന്ന് മുന്നേ കണക്കാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നെൽകർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനാവശ്യമായി സംഭരണത്തിനാവശ്യമായി വരുന്ന സംഖ്യ മുന്നേ തന്നെ വിലയിരുത്തിക്കൊണ്ട് അത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച് ഇത് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത സീസണിലെ കൃഷിയുടെ നെല്ല് സംഭരണത്തിനായി സപ്ലൈകോ വച്ചിരിക്കുന്ന നിബന്ധനകൾ കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. 17% കൂടുതൽ ഈർപ്പം പാടില്ല, പതിര് 3% പാടുള്ളൂ, കലർപ്പ് അനുവദിക്കുന്നതല്ല തുടങ്ങി നിബന്ധനകൾ പലതുണ്ട്. നിബന്ധനകൾ അംഗീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന കർഷകരിൽ നിന്ന് മാത്രമേ സപ്ലൈകോ അടുത്ത സീസണിൽ നെല്ല് സംഭരിക്കുകയുള്ളൂ. മില്ലുകാരുടെ വാഹനം എത്തുന്നിടത്ത് കർഷകർ നെല്ല് എത്തിച്ചു നൽകുകയും വേണം. ഇത് കർഷകർക്ക് ഉണ്ടാക്കുന്ന ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല മില്ലുകാർ ആവശ്യപ്പെടുന്ന കിഴിവ് നൽകാൻ നിർബന്ധിതരാകുമെന്ന ഭയവും കർഷകർക്കുണ്ട്. 6 മാസം മുമ്പ് സംഭരിച്ച നെല്ലിൻ്റെ വില കിട്ടാത്തതിനെ തുടർന്ന് അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പലയിടത്തും അടുത്ത കൃഷിക്കായി നിലമൊരുക്കൽ പോലും ആരംഭിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം. പൂജ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി. തുടർച്ചയായി അവധി ദിവസങ്ങളെത്തിയതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല. മൂന്നാറും വാഗമണ്ണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു. എന്നാൽ പൂജാ അവധിക്കാലത്ത് കാലാവസ്ഥ അനുകൂലമായി. രാമക്കൽമേട്, തൊമ്മൻകുത്ത്, ശ്രീനാരായണപുരം, കാൽവരി മൗണ്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ്. കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. நாங்கள் இங்கே வந்து பார்த்தோம். அதாவது காலையில் நாங்கள் வரும்போது பார்த்தா 11 மணி இருக்கும். அப்போயே நல்லா மோடம் இறங்கிடுச்சு. நல்லா மிஸ்ட்டு பார்க்க சூப்பராக இருந்தது. என்ன இன்னும் கொஞ்சம் நேரம் முன்னாடி வந்திருந்தோம்னா கொஞ்சம் ഫോട്ടോസ് എടുത്തിരിക്കണം. ഇപ്പോൾ എതുമേ എടുക്കാൻ முடியல. ஆனால் நல்லாயிருக்கு, இடம் சூப்பராக இருக்குது. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല
അടിപൊളിയാണ്. നല്ല വൈബുള്ള സ്ഥലം, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവധി ദിവസങ്ങളെത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലേക്ക് എത്തുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.